ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ രേവതിനെയും അതുപോലെ അനാമികനെയുമാണ്. അങ്ങനെ അനാമിക വിളിച്ചിവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് അവളെ കരയിക്കാം, അമ്മ അങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ അനാമികയ്ക്ക് സന്തോഷമായി. കാരണം നയനയുടെ കണ്ണുനീര് കാണണമല്ലോ നമ്മുടെ അനാമികയ്ക്ക്. ഇതേ സമയം കാണിക്കുന്നത് നയനയും ആദർശും കൂടെ നേരെ നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് ചെന്ന് ഇറങ്ങുകയാണ്. അപ്പൊ കനകദുർഗയും ഗോവിന്ദനും അതുപോലെ തന്നെ നന്ദു ഒക്കെ കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കനകദുർഗ ഓടി വന്നിട്ട്, അയ്യോ മക്കൾ ഇങ്ങ് വന്നോ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങ് വന്നത്? അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ നന്ദു, പിന്നെ അവർക്ക് വരണ്ടേ അമ്മേ, വരാൻ അതിന് സമയമായില്ലേ, അമ്മ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഇവരകത്തേക്ക് കയറി വന്നു കേട്ടോ. അകത്തേക്ക് കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ കനകദുർഗ, അതെ ഇന്ന് മോന് ഓഫീസിൽ പോയില്ലേ? ഇല്ല, ഇന്ന് ഓഫീസിൽ പോയില്ല, നാളെ യാത്ര പോവല്ലേ, അതിന്റെ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. എന്തായാലും ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് കഴിക്കാനുള്ള പലഹാരങ്ങളും ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അല്ല അമ്മയ്ക്ക് ബുദ്ധിമുട്ടായല്ലേ? എന്താ മോനെ ഈ പറയുന്നത്? എന്ത് കഷ്ടപ്പാട്? ഒരു കഷ്ടപ്പാടും ഇല്ല, എല്ലാത്തിനും കൂടെ നന്ദു ഉണ്ടായിരുന്നു. അപ്പം ഗോവിന്ദൻ പറഞ്ഞു, ആ അതെ അതെ, ഇങ്ങനെ ആദ്യമായിട്ടാ അതെ ഇവൾ അടുക്കളയിൽ കയറി ഇങ്ങനെ സഹായിക്കുന്നത്. അപ്പോഴത്തേക്ക് നന്ദു പറഞ്ഞു, അത് പിന്നെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ജീവിതത്തിൽ ഇന്നേക്ക് ഇതുവരെ ഇതുപോലെ യാത്രയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് പോകുമ്പോഴേ കാര്യമായിട്ട് എന്തെങ്കിലും തരണമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഗോവിന്ദൻ പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് സംസാരിക്കാതെ നിങ്ങൾ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നയനയും ആദർശനും അകത്തേക്ക് വിളിച്ചു കേട്ടോ. അപ്പം നമ്മുടെ നന്ദു പറഞ്ഞു, അതെ അടിച്ചു പൊളിച്ചിട്ട് നിങ്ങൾ വെറുതെ ഇങ്ങോട്ട് വന്നേക്കരുത്, എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും മേടിച്ചോണ്ട് വരണം. നിനക്ക് മേടിച്ചോണ്ട് വരാടി കുറച്ച് കളിപ്പാട്ടം. അല്ല നന്ദു വരുന്നുണ്ടോ എന്നിങ്ങനെ ആദർശ് ചോദിച്ചപ്പം, നിങ്ങൾ ഭാര്യയും ഭർത്താവും പോകുമ്പം അതെങ്ങനെയാ ഞാൻ വരുന്നത്? അത് ശരിയാവില്ല. എങ്കിൽ പിന്നെ ഈ തവണ ഇങ്ങനെ പോട്ടെ, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം. അയ്യോ മോനെ അതൊന്നും വേണ്ട, ഇപ്പൊ തന്നെ ഈ യാത്ര മോന്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. അത് പിന്നെ അമ്മയുടെ ഇഷ്ടം മാത്രം നോക്കി ജീവിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ജീവിച്ച ദൈവങ്ങളൊന്നും എന്നോട് ക്ഷമിക്കാൻ പോകുന്നില്ല, അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇവിടെ ഞങ്ങൾക്ക് ബിസിനസ്സിൽ ഒരുപാട് ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ട് നയന, അതിലൊരംശമെങ്കിലും അത് നയനയ്ക്ക് ഞാൻ മാറ്റി വെക്കണ്ടേ അവരുടെ സന്തോഷത്തിന് വേണ്ടി? അത് പിന്നെ യാത്രയും സന്തോഷവും മാത്രം പോരെ മോനെ, ഞങ്ങളുടെയും പിന്നെ നിങ്ങളുടെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ ആഗ്രഹം എത്രയും പെട്ടെന്ന് അതങ്ങ് നടത്തി കൊടുക്കണം, അതാ വേണ്ടത്. നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുക. എല്ലാത്തിനും ഉടനെ തന്നെ ഒരു പരിഹാരം കാണാൻ കഴിയുന്ന അമ്മ എൻ്റെ വിശ്വാസം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിക്കുക നല്ലൊരു കുഞ്ഞുണ്ടാകാനും. ഏതായാലും ഈ അമ്മയ്ക്ക് അത് മതി. മോൻ കയറി വാ, മോളെ കയറി വാ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ കനകദുർഗ അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു, നവ്യയുടെ കാര്യത്തിലാ മോനെ ഞങ്ങൾക്ക് വിഷമം, നയന മോളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. മോനും മോളും തമ്മിൽ പരസ്പരം കലഹിച്ചപ്പോഴും ഞാൻ കനകയോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ നയന മോൻ ശരിക്ക് അടുത്തറിയുന്നു, അതെനിക്ക് അറിയായിരുന്നു. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങളുടെ ബന്ധത്തിന് ഒരു പോറൽ പോലും പറ്റരുത് എന്നൊക്കെ കനക വേദനിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കാറുണ്ട്, അങ്ങനെ ഉണ്ടാവില്ലെന്ന്. അത് 100% സത്യാച്ച. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഇനി നയനയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതുറപ്പാ. അവൾ എന്നും എൻ്റെ മുമ്പിൽ വേണം, ഒരു ദിവസം പോലും അവളെ പിരിഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. അതുപോലെ ഞാൻ അവളെ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ അനാമികേനെയാണ് കേട്ടോ. അനാമിക പല കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാർ വരുന്നത്. ആരാണ്? നമ്മുടെ രേവതി വന്ന ഉടനെ, മോളെ ഉഫ്, സന്തോഷം കൊണ്ടേ ഒരുത്തിയെ തുള്ളി ചാടും അമ്മ ഇവിടെ. അവളെ ഹണിമൂൺ ട്രിപ്പിന്റെ ത്രില്ലില്ല ഇവിടെ, അതെങ്ങനെ പൊളിക്കാന്ന് പലരും ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ അമ്മേനെ വിളിച്ചത്. അവളുടെ സന്തോഷം തല്ലിക്കെടുത്തിയേ പറ്റൂ, അവൾ അത്രയ്ക്ക് അഹങ്കരിക്കുന്നുണ്ടമ്മേ. നമുക്കത് ശരിയാക്കി കൊടുക്കാം മോളെ. നിന്നെയും അനിയും കൂട്ടി ഹണിമൂൺ ട്രിപ്പിന് പോണെന്ന് അവന് ജീവന് തുല്യം സ്നേഹിക്കുന്ന ഏട്ടൻ പറഞ്ഞില്ലല്ലോ. എന്നിട്ട് അവൻ ആനന്ദിക്കാൻ പോവുക. അവൻ കല്യാണം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം ആനന്ദിക്കാൻ പോകുന്നു. അത് പിന്നെ അവര് തമ്മിലെ നമ്മൾ വിചാരിക്കുന്ന അടുത്ത ബന്ധമൊന്നുമില്ല, ഇപ്പോഴും അവര് തമ്മിൽ ചെറിയൊരു അകലമുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ കിളവനും കളവിയും കൂടെ ഉപദേശിച്ചതായിരിക്കും ഈ ഒരു ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയുന്ന കാര്യം. അല്ലെങ്കിലും ആ കിളവനും കളവിക്കും ഏറ്റവും കൂടുതൽ സൂക്കേട്. മോളെ, ആ കിളവനെയും കളവിയെ മുകളിലേക്ക് എടുക്കാതെ
നമ്മളെ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. വലിയ കാര്യത്തിൽ ഇഷ്ടങ്ങളൊക്കെ എഴുതിയിടാൻ പറഞ്ഞു. എന്നിട്ട് എന്തായി? അവൾക്കും അവനും അനുകൂലമായിട്ടല്ലേ അവിടെയും അയാൾ പ്രതികരിച്ചത്. അത് പിന്നെ അമ്മേ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരോട് രണ്ടിനോടും ദേഷ്യമുള്ളത് അനിയുടെ അപ്പച്ചിക്ക് മാത്രമാ. പിന്നെ ഈ പറയുന്ന വല്യമ്മയില്ലേ, വല്യമ്മ അത് ചെറിയ റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് തന്ത്രപൂർവ്വം അവരെ ഒഴിവാക്കാനുള്ള മാർഗം അത് കണ്ടുപിടിക്കണമെന്നാ. നിനക്ക് എത്ര നാൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. തെറ്റ് ചെയ്യുന്നവരെയും കള്ളം പറയുന്നവരെയും തള്ളിക്കളയുന്ന പാരമ്പര്യ കിളവനുള്ളത്. അതുപോലെ തന്നെ ആദർശിന്റെ കാര്യവും വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, പിന്നെ ഒരിക്കലും കൂടി ചേരില്ല. പിന്നെ നമ്മുടെ അവസ്ഥയൊക്കെ അനിയുടെ അമ്മയും വല്യമ്മയും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ ഇപ്പൊ കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ എപ്പോൾ ആവിയായി പോയെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോട് കൂടി വേണം മുന്നോട്ടേക്ക് പോകാൻ. അത് പിന്നെ എന്തായാലും ശരി, എനിക്ക് കിട്ടാത്ത ആ സ്നേഹവും പരിഗണനയൊന്നും നയനെന്ന് പറയുന്നവൾക്ക് കിട്ടരുത്. അവളുടെ ചേച്ചി വാ പോയ കോടാലിയ അതുപോലെയല്ല. നയന ബുദ്ധി കൊണ്ടാ കളിക്കുന്നത്. ബുദ്ധി കൊണ്ട് സ്നേഹം നടിച്ചു മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ അതേ നാണയത്തില തിരിച്ചടിക്കുന്നത്. ആ തിരിച്ചടി എനിക്ക് അവസാനിപ്പിക്കണം. അല്ല, ഒരു ദിവസം തിരിച്ചടിച്ചപ്പോഴാണല്ലോ അവളുടെ അമ്മായിയമ്മ കാരണത്തടിച്ചത്. ആ ദേഷ്യമൊക്കെ ഉള്ളിൽ കിടക്കുകയമ്മേ. അതാ പലപ്പോഴും പുറത്തു വരുന്നത്. എന്തായാലും മോളുവാ, നമുക്ക് നിന്റെ വല്യമ്മേനെ ഒന്ന് കാണാം. വല്യമ്മേനെ കണ്ടിട്ടേ കാര്യമുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ തീരുമാനിക്കുന്നതേ ആ തള്ള തന്നെയാന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകീനെയും ദേവയാനീനെയാണ്. അങ്ങനെ ജാനകി പറയാണ്, നന്ദുവിന് ഈ വീടിനകത്ത് കയറാൻ പറ്റാത്തതിൽ ആദർശിന് നല്ല വിഷമമുണ്ട്. അതുപോലെ നന്ദു അനിയും ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞതിന് ശേഷം ആ ബന്ധം നടത്താതിരുന്നതിൽ അച്ഛനും അമ്മയ്ക്കും നല്ല വേദനയുണ്ട്. ആ നിലയ്ക്ക് ഇനിയിപ്പം അവളുടെ കാര്യങ്ങളൊക്കെ ആദർശം ഏറ്റെടുക്കുമായിരിക്കും. അല്ല, നീ എന്നെ ഉദ്ദേശിക്കുന്നത്? അല്ല, അവളെ നല്ല നിലയ്ക്ക് കെട്ടിച്ചയക്കേണ്ടത് മൂത്ത മകൻ എന്ന നിലയിലെ ആദർശിന്റെ ഉത്തരവാദിത്വമല്ലേ? ഹബി എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്ത ഇവിടെ ഭൂകമ്പം നടക്കുന്ന ജലജ പറയാറുണ്ട്. ആദർശ് എന്ത് തെറ്റ് ചെയ്താലും അതാരും ശ്രദ്ധിക്കാറില്ലല്ലോ. ആരും അതിനൊന്നും സമയമില്ലല്ലോ. അതുകൊണ്ട് ആദർശിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊന്നും നടക്കില്ല. പിന്നെ അവൻ എന്ത് പറഞ്ഞാലും അവന്റെ മുത്തശ്ശിയും ഇളയച്ചനും ഒക്കെ അവന്റെ ഒപ്പം നിൽക്കും. അതല്ലേ ഇവിടുത്തെ കുഴപ്പം ജാനകി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി വന്നത്. രേവതി വന്ന ഉടനെ തന്നെ നമ്മുടെ ജാനകി പറഞ്ഞു, ഇതാരാ രേവതിയോ? കേറി ബാ. എങ്കിൽ പിന്നെ കുറച്ച് ദിവസം ഇവിടെ താമസിക്കത്തില്ലേ? മോളെ കാണാൻ തോന്നുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണ്ടേ? അതുകൊണ്ട് പിന്നെ കുറച്ച് ദിവസം ഇവിടെ വന്ന് താമസിച്ചു പോയാൽ പോരെ? അപ്പോഴത്തേക്കും ദേവയാനിയും പറഞ്ഞു, അത് ശരിയാ, നിങ്ങൾക്ക് ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കത്തില്ലേ? ഇവിടെ ആരും ഒരു പരാതിയും പറയില്ല. അല്ല, ഞാനിവിടെ ഒരു പരാതി പറയാൻ വേണ്ടി വന്നതാ. ആദർശിന്റെയും അനിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസമായി? അവരിപ്പം ഹണിമൂൺ ട്രിപ്പിന് പോകുമല്ലേ? മോക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. അതാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഭയങ്കര സങ്കടം എൻ്റെ മോക്ക്. പിന്നെ ഞാനും അവളുടെ അച്ഛനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒന്നിനെ അനീനെ നിർബന്ധിക്കാൻ പാടില്ല എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ന്യായമായ ആവശ്യം തന്നെയാ. എന്നാൽ നയനയും ആദർശും എപ്പോഴും യാത്ര പോകുന്നത് അവന്റെ അഹങ്കാരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. നയന മനഃപൂർവ്വം അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാ. അത് ചിലപ്പം ഇവിടെ പലവരെയും വേദനിപ്പിക്കാനായിരിക്കും. അതെങ്ങനെ മുടക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ദേവയാനി പറഞ്ഞു. അപ്പൊ രേവതി പറഞ്ഞു, അവര് പോയിട്ട് വരട്ടെ, അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ അനിയുടെ മുത്തശ്ശന് വലിയൊരു രോഗമുണ്ടല്ലോ. വീട്ടിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് വയ്യാതെ വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഹണിമൂൺ ട്രിപ്പൊന്നും അല്ല പോകേണ്ടത്. മറിച്ച് മണ്ഡപകാലം വരികയല്ലേ, മാലയിട്ട് മല ചവിട്ടേണ്ടത്. അത് ഈ കുടുംബത്തിന് ഗുണം ചെയ്യില്ലേ? അതല്ലേ ചെയ്യേണ്ടത്. അതുപോലെ മുത്തശ്ശനും ഗുണം ചെയ്യും. ഇതിപ്പം അതൊന്നും അല്ലല്ലോ. അപ്പൊ ജാനകി പറഞ്ഞു, അജേട്ടനും ജയേട്ടനും എല്ലാ വർഷവും മലയ്ക്ക് പോകുന്നതാ. എല്ലാ വർഷവും അവർക്കൊപ്പം ആദർശം അനിയും പോകാറുണ്ട്. ആണോ? അപ്പൊ ഇവിടുന്ന് പോകാറുണ്ടോ? എങ്കിൽ പിന്നെ ഈ വർഷം മുടക്കാൻ പാടുണ്ടോ? ഈ വർഷം പോകത്തില്ലേ? മണ്ഡലകാലത്തിൽ 41 ദിവസം വ്രതം എടുത്ത് പോയിട്ടുണ്ടെങ്കിലേ അതിന്റെ ഫലമൊന്നും വേറെയാ. അത് പിന്നെ 41 ദിവസത്തെ വ്രതമൊന്നും എടുക്കാറില്ല, ഒരു 10 ദിവസത്തെ വ്രതം എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രേവതി ചോദിച്ചു, അല്ല ഈ തവണ അതിന് മാറ്റം വരുന്നതിന് എന്താ കുഴപ്പമിരിക്കുന്നത്? 41 ദിവസം എടുത്തെന്ന് പറഞ്ഞ്. പിന്നെ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് ഈ 41 ദിവസം എന്നൊക്കെ പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടാകുമായിരിക്കും. എങ്കിലും ആദർശിനെ എല്ലാ സ്ഥാനമാനവും കൊടുത്ത ആദർശിന്റെ മുത്തശ്ശനല്ലേ. അപ്പൊ മുത്തശ്ശന് വേണ്ടി കഠിന വ്രതം എടുത്ത് അയ്യപ്പനെ ദർശിക്കുന്നത് നല്ലതാ. അത് ഏറ്റവും നല്ല ഗുണം ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു, ആദർശേട്ടൻ അതിന് ചിലപ്പോൾ മനസ്സ് കാണിക്കും. പക്ഷേ ഇവിടെ ഭർത്താവിനെ തിരുത്താൻ ഭാര്യ ഉണ്ടല്ലോ. അപ്പൊ ദേവയാനി പറഞ്ഞു, എന്തായാലും അവര് വീട്ടിലേക്ക് പോയിരിക്കുകയല്ലേ അവളുടെ, അവർ പോയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്തു വേണം എന്തു വേണ്ട എന്ന്. ഏതായാലും നമ്മുടെ രേവതി വന്നത് ഒരു ചെറിയ തന്ത്രം പണിതുകൊണ്ട് തന്നെയാണ്.
ശബരിമലയ്ക്ക് വിട്ട് വ്രതമെടുത്ത് നമ്മുടെ നയനെയും ആദർശിനെയും അകറ്റി നിർത്താം. അതുപോലെ തന്നെ ഹണിമൂണിന് പോകാണ്ട് ഇരിക്കുകയും ചെയ്യൂലോ. ഏതായാലും നല്ലൊരു കുതന്ത്രം തന്നെയാണ് കേട്ടോ നമ്മുടെ രേവതി പ്രയോഗിച്ചിരിക്കുന്നത്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശിനെയും ഗോവിന്ദനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ആദർശ് പറയാ, ഞങ്ങൾ അധികം ദൂരമൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പം, അല്ല മോൻ പറഞ്ഞ കുറെ സ്ഥലത്തൊക്കെ നല്ല തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ. ആ അതെ, തണുപ്പൊക്കെ ആയിരിക്കും. പിന്നെ അവിടെയൊക്കെ ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലായിടത്തും അറിയുന്നവരൊക്കെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ നയന കുറെ സാധനമൊക്കെ ആയിട്ട് വന്നു കേട്ടോ. അപ്പൊ ആദർശ് പറഞ്ഞു, ഇതെന്താ ഒരുപാടുണ്ടല്ലോ. അതേ ഏട്ടാ, തിരിച്ചു വരുമ്പോ വരെ ഉണ്ടല്ലോ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ഇതുപോലെ ഉണ്ടല്ലോ, ഞാൻ എവിടെയെങ്കിലും യാത്ര പോകുമ്പം ദേ അമ്മയും ഇളയമ്മയും ഒക്കെ കൂടിയാ എല്ലാം ഒരുക്കി തരുന്നത്. ഈ യാത്രയ്ക്ക് അവരെതിരായതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കി തന്നുവിടാൻ ചാൻസ് ഇല്ല. സാരമില്ല, അതിന് പകരമായിട്ട് നിങ്ങളെല്ലാം ഒരുക്കി തന്നിട്ടുണ്ടല്ലോ, അത് മതി, ഇത് തന്നെ ധാരാളം. അല്ല തീർച്ചയായിട്ടും നാളെ നമ്മൾ എത്ര മണിക്കാണ് പുറപ്പെടുന്നത്? നമ്മൾ രാവിലെ 5 മണിക്കെങ്കിലും പുറപ്പെടും. പിന്നെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയിട്ട് വീട്ടിലേക്ക് പോകത്തുള്ളൂ കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാ. പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനി ഞങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നില്ല, ഇറങ്ങുവാന്ന് പറഞ്ഞ് നയനയും ആദർശവും അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇവരിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ ഇങ്ങനെ ഗോവിന്ദനോട് പറയാ, എന്റെ നയനമോള് രക്ഷപ്പെട്ടു എന്നാ തോന്നുന്നത്. നയനമോളുടെ ജീവിതം നന്നായി വരുന്നുണ്ട്. പക്ഷെ നവ്യയുടെ കാര്യ കഷ്ടം. അവളുടെ ജീവിതം ഓർക്കുമ്പം എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. അത് സാരമില്ല കനകദുർഗെ, ആദർശും നയനയും ഒരുമിച്ച് നന്നായിട്ട് പോയാൽ അവര് നവ്യയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോളും. സ്നേഹിക്കാൻ അറിയാവുന്നവനാ ആദർശ്. പക്ഷേ തുടക്കത്തിൽ അവർ തമ്മിൽ കുറച്ച് പിണക്കമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ടും മാറിയെന്ന് ആദർശിന്റെ സംസാരത്തിൽ തന്നെ നമുക്കെല്ലാം മനസ്സിലായില്ലേ. ഇപ്പൊ നമ്മുടെ മകള് പൂർണ്ണമായിട്ടും ഭാര്യയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മളെയും അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ നന്ദു പറഞ്ഞു, ചേച്ചിയുടെ മനസ്സ് പോലെ തന്നെ നന്മയുള്ള ഒരാളെ തന്നെയാണ് കിട്ടിയിരിക്കുന്ന ചേച്ചിക്ക്. പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും പൊരുത്തക്കേടുകളായിട്ട് മാറില്ല. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ ഉള്ളൂ. ശരിയാ, അങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു എന്ന് കനകദുർഗയും പറഞ്ഞു കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ദേവയാനിനെയും അതുപോലെ തന്നെ ജാനകിനെയുമാണ് കേട്ടോ. അങ്ങനെ ദേവയാനിയും ജാനകി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നയനയും ആദർശം കയറി വരിക. കയ്യിൽ കുറെ പലഹാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജാനകി പറഞ്ഞു, ദേ എടത്തി വരുന്നുണ്ട്, പോയിട്ട് ദേ ചന്തയ്ക്ക് പോയ പോലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി ചോദിച്ചു, അല്ല കയ്യില് വലിയ കവറൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ കുറച്ച് പലഹാരങ്ങളും ചമ്പന്തിപ്പൊടിയൊക്കെ തന്നുവിട്ട് ഒരു യാത്ര പോവുമല്ലേ, പുറത്തുനിന്ന് അധികം ഫുഡൊന്നും കഴിക്കരുതെന്നാ ഇവളുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, ആദർശേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇപ്പോഴല്ലേ ഈ ഹണിമൂൺ യാത്ര പ്ലാൻ ചെയ്തത്? അതിനു മുമ്പായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അറിയാലോ, ഈ വർഷം നമുക്ക് വലിയ കുറെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് മുത്തശ്ശന് അസുഖം വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷവും മണ്ഡപകാലത്ത് നിങ്ങളെ മലയ്ക്ക് വിട്ടേക്കാന്ന് ഞാൻ നേർന്നായിരുന്നെന്ന് പറഞ്ഞപ്പം, അതിനിപ്പോ എന്താ അമ്മ, പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അതിനിപ്പോ എന്താ പ്രശ്നം, മലയ്ക്ക് പോയേക്കാം, നമ്മൾ എല്ലാ വർഷവും പോകുന്നല്ലേ, ഞാനും അച്ഛനും ഇളയച്ഛനും അതുപോലെ അനിയൊക്കെ പോകുന്നതല്ലേ, അപ്പൊ അതുപോലെ മലയ്ക്ക് പോയേക്കാന്ന് പറഞ്ഞപ്പം, വെറുതെ മലയ്ക്ക് പോയാൽ പോരാ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പം 10 ദിവസത്തെയും 11 ദിവസത്തെയും നോയമ്പും വ്രതമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഈ പ്രാവശ്യം ഒരു 41 ദിവസത്തെ നോയമ്പെടുത്തിട്ട് വേണം പോകാനെന്ന് പറഞ്ഞു. അമ്മ എന്താ ഈ പറയുന്നത്? അമ്മ ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ തീരുമാനിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ നയന പറഞ്ഞു, ദേ ആദർശേട്ടാ, എതിർത്തൊന്നും പറയരുത്. കാരണം ഇത് മുത്തശ്ശന്റെ കാര്യമാണ്, അതുമല്ല ദൈവത്തിന്റെ കാര്യവും കൂടിയാ. അതുകൊണ്ട് തന്നെ മലയ്ക്ക് പോകണം. 41 ദിവസം നോയമ്പെടുത്ത് വ്രതമെടുത്ത് പോകാനാണ് അമ്മ നേർന്നതെങ്കിൽ അത് തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായി പോവാ. അങ്ങനെ നമ്മുടെ ദേവയാനി പറഞ്ഞു, ഏതായാലും 41 ദിവസത്തെ വ്രതം അതെടുക്കാൻ നേർന്നതാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അത് എടുത്തേ പറ്റൂ. അതെടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിന്റെ മുത്തശ്ശന് തന്നെയായിരിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുക, അറിയാലോ. അതുകൊണ്ട് നിന്റെ മുത്തശ്ശനോടുള്ള സ്നേഹം നീ ഇവിടെയാ കാണിക്കേണ്ടത്, അല്ലാതെ ഹണിമൂൺ ആണെന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കല്ല ചെയ്യേണ്ടത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാള് കഴിഞ്ഞിട്ടല്ലേ ഹണിമൂൺ എന്ന് പറഞ്ഞു. ആദർശം ദേഷ്യം വന്നിട്ട് അങ്ങ് കയറിപ്പോയിട്ടോ. പുറകെ നമ്മുടെ നയനയും കയറിപ്പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി, അവളുടെ ഒരു ഹണിമൂണ്, അവൾ കുറച്ച് ഹണി എടുത്തിട്ട് അങ്ങോട്ട് ഒഴിക്കട്ടെ, എന്നിട്ട് അവൾ ഹണിമൂൺ അങ്ങോട്ട് ആഘോഷിക്കട്ടെ, അല്ലാതെ അവളുടെ ഒരു ഹണിമൂൺ ഞാൻ ആഘോഷിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ഏടത്തേക്ക് എത്ര പെട്ടെന്ന് ഈ ബുദ്ധി ഉദിച്ചത്? അത് പിന്നെ രേവതി പറഞ്ഞപ്പോഴാ പെട്ടെന്ന് ഈ ഒരു ബുദ്ധി എൻ്റെ മനസ്സിലേക്ക് കയറി വന്നത് ജാനകി. ഏതായാലും അവൾ ഇനി ഹണിമൂണ് പോകില്ല. അവളുടെ ഹണിമൂണ് ഞാൻ മുടക്കി കൈ കൊടുത്തിട്ടുണ്ടല്ലോ, അവൾ ഇനി ഹണിമൂണിന് പോകുന്ന എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ആദർശ് നയനെ റൂമിനകത്തേക്ക് കയറി ചെന്നു. ആദർശ് ഭയങ്കര കലിപ്പിലാണ്. ആദർശ് പറഞ്ഞു, ഇത് മനഃപൂർവ്വം തന്നെയാ, അല്ലെങ്കിൽ പിന്നെ അമ്മ ഇങ്ങനെ ഒരിക്കലും പറയുന്നതല്ല. 41 ദിവസത്തെ വ്രതമൊന്നും ഈ കുടുംബത്തിൽ ഇതുവരെ ആരും എടുത്തിട്ടില്ല. ഇത് മനഃപൂർവ്വം ഹണിമൂണിന് പോകാതിരിക്കാൻ വേണ്ടി തന്നെയാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഹണിമൂണിന്റെ കാര്യം പറയണ്ട
ചെയ്യണ്ടായിരുന്നു, ഈ ഹണിമൂൺ പ്ലാൻ ചെയ്യണ്ടായിരുന്നു. ഇനി 41 ദിവസം വ്രതം എടുക്കാന്ന് പറഞ്ഞാൽ നയനെ നമുക്ക് ഒരുമിച്ച് കിടക്കാനോ അതുപോലെ തന്നെ നിന്റെ കൂടെ താമസിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. ആ ഒരു 41 ദിവസം മാറി താമസിക്കേണ്ടി വരില്ലേ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ദൈവത്തിന്റെ കാര്യമല്ലേ, അതൊന്നും ഓർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട, സാരമില്ല. അമ്മ അങ്ങനെ ഒരു നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരുന്ന അത് നമുക്കും കൂടെ അല്ലേ ഇതിന്റെ ദോഷം വരുന്നത്. പിന്നെ മുത്തശ്ശനും മുത്തശ്ശന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി എടുക്കുന്ന വ്രതമല്ലേ. അപ്പൊ എനിക്ക് സന്തോഷമുള്ളൂ ആദർശേട്ടാന്ന് പറഞ്ഞു. ആദർശനാകെപ്പാടെ സങ്കടവും പരിഭവവും ഒക്കെ ആയി പോയിട്ടോ. കാരണം ഒത്തിരി ആഗ്രഹിച്ച് ഇങ്ങനെ ഹണിമൂണിന് പോകാന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് പെട്ടെന്ന് അത് വേണ്ടാന്ന് വെക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട്, കാരണം അവർ ആ ഒരു സ്നേഹത്തിലേക്കൊക്കെ ആയതല്ലേ ഉള്ളൂ. ഈ സമയത്ത് നമ്മുടെ നവ്യ വരികയാണ്. അപ്പൊ നവ്യ വന്നിട്ട് കുറെ പലഹാരങ്ങൾ സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതായാലും ഹണിമൂൺ ട്രിപ്പിന് പോകുമ്പോൾ പലഹാരങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി തന്നു വിട്ടല്ലേ, അല്ല എനിക്കുള്ള പലഹാരം എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഇത് മുഴുവനും ചേച്ചി എടുത്തോ, ഇനിയിപ്പം ഹണിമൂൺ ട്രിപ്പ് അത് വേണ്ടാന്ന് വെച്ചു. ഹണിമൂൺ ട്രിപ്പ് വേണ്ടെന്ന് വെച്ചെന്നോ? എന്താ നയനി നീ പറയുന്നത്? അതെന്താ ഹണിമൂൺ ട്രിപ്പ് വേണ്ടെന്ന് വെക്കുന്നത്? അത് പിന്നെ വേറൊന്നുമല്ല, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ആദർശേട്ടൻ്റെ അമ്മ ഒരു നേർച്ച നേർന്നായിരുന്നു. 41 ദിവസത്തെ വ്രതം നോക്കിയിട്ട് ആദർശേട്ടനെ മല ചവിട്ടിച്ചേക്കാന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഹണിമൂണിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആകപ്പാട് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. കാരണം നവ്യക്കൊക്കെ അറിയാം ഇത് ഗൂഢതന്ത്രമാണ്, ഇത് വലിയൊരു തന്ത്രം തന്നെയാണെന്നറിയാം. ഏതായാലും ഈ തന്ത്രത്തെയൊക്കെ കടത്തി വെട്ടുന്ന വേറെ എന്തെങ്കിലും പ്ലാൻ നമ്മുടെ നവ്യയുടെയും നയനയുടെയും കയ്യിൽ കാണും, അല്ലെങ്കിൽ കനകദുർഗയുടെ കയ്യിലെങ്കിലും കാണൂലേ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പം എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. ഈ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ കാര്യം ആരും മറക്കരുത്, നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് തന്നെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ID. അപ്പോൾ ഒന്ന് എല്ലാവരും കയറി കാണുക, വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഫോളോയും ചെയ്യണേ. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.